ഇവിടെ നിന്ന് മോനെ ഇടിച്ചിടിച്ച് യവമാര് ഈ വീട്ടിന്റെ അവിടെ കൊണ്ടുപോയി. ഈ വീട്ടിന്റെ അവിടെ കൊണ്ടുപോയി മോനെ ഒരുപാട് ഉപദ്രവിച്ചു. ഇവിടെ ഇടിച്ച് തന്നെ കൊണ്ടുപോയത് തന്നെ 3-4 പേര് തന്നെ ഇടിച്ച് ആരൊക്കെയാണെന്ന് കണ്ടാ എനിക്കറിയാം. ഇടി സഹിക്കാൻ വയ്യാതെ ഒരു പയ്യനെ കയറി പിടിച്ചപ്പോഴത്തേക്ക് കൊച്ചിനെ ബിയർ കുപ്പി പൊട്ടിച്ച് പള്ളാക്കി കയറ്റി. അതാണ് മെയിൻ പ്രതികളെ വീട്. സ്ഥലം ഇത് പെരുങ്കുഴി ഓടിക്കാവാണ്. ഇവിടെ ഇന്ന് രാവിലെ ഒരു ചേച്ചി വിളിച്ചനുസരിച്ച് ജനങ്ങൾ എത്തിയത്. ആ ചേച്ചി പ്രവാസിയാണ്. ആ ചേച്ചിയുടെ മകനെ, അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്, സുധീഷ് എന്ന പേര്. അദ്ദേഹത്തിൻ്റെ ഓട്ടോ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ബിയർ കുപ്പി പൊട്ടിച്ച് വയറ്റി കുത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സുധീഷ്, എന്താ സംഭവിച്ചത്? എന്നെ പെരുങ്കുഴി ജംഗ്ഷനിൽ നിന്ന് ഓട്ടം വിളിച്ച് ഒരാളാണ് ഓട്ടം വിളിച്ചത്. അപ്പൊ ഞാൻ വണ്ടിയിൽ സ്പീക്കർ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ അവിടെ നിന്ന് കറങ്ങി. അവ ലോഡായിരുന്നു, ഒരാളെ ഉള്ളായിരുന്നു. എന്നെ ഓട്ടം വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വരുന്ന വരവിൽ വേറൊരു പയ്യനും കയറി, സമ്പത്ത് എന്ന് പറഞ്ഞ അവനും കയറി വണ്ടിയിൽ. എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഓട്ടോ ചാർജ് ചോദിച്ചപ്പോ 40 രൂപയെന്ന് പറഞ്ഞു. അങ്ങനെ ചീത്ത വിളിച്ച് പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ പുള്ളി പറഞ്ഞു, നീ വണ്ടി ഓഫ് ചെയ്ത് നീ അങ്ങോട്ട് ഇറങ്ങി അവൻ്റെ വീട് അപ്പുറത്ത് തന്നെ, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ആ ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അവിടെ വെച്ച് ഇടിച്ച്. ഇവിടെ നിന്ന് ഇടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് ഇവിടെ ഇട്ടാണ് ഇടിച്ചിട്ടും ഇവിടെ ഇടിച്ചിട്ടാണ് ഇടി സഹിക്കാൻ വയ്യാതെ ഒരു പയ്യനെ കയറി പിടിച്ചപ്പോഴത്തേക്ക് കൊച്ചിനെ ബിയർ കുപ്പി പൊട്ടിച്ച് പള്ളാക്കി കയറ്റിയത്. യുവമാര് നിരവധി കേസിലെ പ്രതികളും കഞ്ചാവ്, MBM, പിടിച്ചുപറി, മോഷണം അങ്ങനെയുള്ള ഒരുപാട് കേസുകളിലെ പ്രതികളാണ്. സമ്പത്ത്, മുരുകൻ, ചിഞ്ചു, ശ്രീജിത്ത്. അപ്പൊ ഈ ശ്രീജിത്ത് ഇവർ 4 പേര് മുഖ്യ പ്രതികളാണ്. ബാക്കി പ്രതികളെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഈ പ്രതികളുമായിട്ട് ഏതായാലും ഒരു ശത്രുതയില്ല. ഇനി ഏതെങ്കിലും കൊട്ടേഷത്തിന്റെ പുറത്താണോ ചെയ്തത്, അത് എന്തായിരുന്നാലും ഈ ന്യൂസ് വഴി ഇത് പുറത്ത് വരെയും വേണം, നമുക്ക് നീതി കിട്ടുകയും വേണം. കാരണം എൻ്റെ വീട്ടിലെ ഒരു നെടും തൂണാണ് എൻ്റെ മകൻ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 12-ാം തീയതി രാവിലെ ഒമാൻ എയറിന്റെ എക്സ്പ്രസിൽ ഒമാനിൽ പോയതാണ്. ഒമാനിൽ പോയി ഞാൻ എൻ്റെ മകനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോള് വന്ന് അത് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മകനെ ഇതേപോലെ കുത്തിയെന്നറിയുന്നു. ഞാൻ മോനെ വിളിച്ച് ഇപ്പം മൊബൈൽ എടുക്കുന്നില്ല. മോൻ്റെ ഒരു കൂട്ടുകാരൻ പയ്യനെ വിളിച്ചപ്പോഴത്തേക്ക് ചെറിയങ്കിഴി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേനും ഈ ബിയർ കുപ്പിക്ക് കുത്തിയ മുറിവിന് ആഴം കൂടുതലായതിനെ കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടെന്നും അവരവിടെ കയറ്റി ക്ലീൻ ചെയ്ത് 6 സ്റ്റിച്ച് വിട്ട്. ഇനി ബാക്കി കാര്യങ്ങൾ എൻ്റെ മോൻ പറയും. ഇവിടെ ഇട്ട് തന്നെ തോനെ ഇടിച്ച് ഇടിച്ചപ്പോ ഇവിടെ 2-3 ചേട്ടന്മാർ ഇരുന്നായിരുന്നു. അവരൊന്നും വേണ്ടിയൊന്നുമില്ല. അവരും വെള്ളമൊക്കെ ആയിരുന്നു. എന്നിട്ട് തന്നെ ഈ വഴി ഇടിച്ചിടിച്ച് അവിടെ ഇരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഇട്ടാണ് ഇവിടെ നിന്ന് ഇടിച്ച് തന്നെ കൊണ്ടുപോയത് തന്നെ. 3-4 പേര് തന്നെ ഇടിച്ച് ആരൊക്കെയാണെന്ന് കണ്ടാ എനിക്കറിയാം. അല്ലാതെ പേരൊന്നും എനിക്ക് അത്ര പോരാ. എനിക്ക് ഈ 4 പേരെ പേര് പറയും. ഒന്ന് ചിഞ്ചു, സമ്പത്ത്, പിന്നെ മുരുകൻ എന്ന് പറഞ്ഞ ഒരാൾ. അവരെ അറസ്റ്റ് ചെയ്താ പോലീസ്? ഇല്ല ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞില്ല. പരാതി അന്ന് മെഡിക്കൽ ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവര് പരാതി എടുത്ത്, പക്ഷെ ഇതുവരേക്കും ഈ പ്രതികളെ കുറിച്ച് ഒരു അന്വേഷണ കേസെടുത്തെന്ന് മാത്രമേ ചെറിയങ്കിഴി CI എല്ലാവരും അധികാരികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെ CI ഞാനായിട്ട് കോൺടാക്ട് ചെയ്ത് നേരിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്ത് കേസ് എടുത്തിട്ടുണ്ടെന്ന് മാത്രം അവർ പറയുന്നു. ഇതുവരേക്ക് ഈ പ്രതികളെ കുറിച്ച് അന്വേഷണം നടത്താനോ അതിനെടുക്കാനോ. അതുകൊണ്ട് ഞാൻ DGPക്കും നാളെ SP-ക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അതിൽ തുടർന്ന് DGPക്കും അതിലുപരി DSPക്കും വേണ്ടി ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഈ എൻ്റെ മകനൊരു നീതി വേണം. കാരണം ഞാൻ ഈ നാട്ടിൽ വന്നെത്തിയെന്നുണ്ടെങ്കിൽ ഇവരെ എൻ്റെ മോനെ കൊല്ലും. അതുകൊണ്ട് ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് ഈ നമ്മൾ പറഞ്ഞ ഈ പേരിലുള്ള പ്രതികളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഇത്. കാരണം ഇതിൽ തുടർന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു. കാരണം ഇപ്പം എനിക്ക് പെട്ടെന്നൊരു 1.5 ലക്ഷം രൂപ ചിലവാക്കി ഇന്നലെ 47,000 രൂപയുടെ ടിക്കറ്റ് കൊടുത്താണ് എൻ്റെ മോന് വേണ്ടി ഞാൻ ഈ നാട്ടിൽ വന്നത്. ഇന്നലെ ഞാൻ ചെറിയങ്കിഴി സ്റ്റേഷനിൽ ചെന്ന് ഇന്ന് രാവിലെ ഞാൻ CA-യുമായിട്ട് സംസാരിച്ച് അപ്പോഴൊക്കെ CA കേസെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ പ്രതികളെ ഇതുവരേക്കും വന്ന് അവർ അന്വേഷിക്കാൻ വരാനോ അവർ പിടിക്കാനോ ഇതിൽ തയ്യാറായിട്ടില്ല. സുധീഷിന്റെ ഭാര്യയാണല്ലേ? എപ്പോഴാണ് അറിഞ്ഞത്?
ഞാൻ ചേട്ടൻ ചോറിനം വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ട് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്നെ വിളിച്ചു, മക്കളെ സുധീഷിനെ ആരോ ഇങ്ങനെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ്, സുധീഷിനെ ഇങ്ങനെ കുത്തേറ്റ് ചെറിയ ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ അന്നേരം തന്നെ അവിടെ ചെന്നപ്പോഴത്തേനും മെഡിക്കലിലോട്ട് റെഫർ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കലിൽ ചെന്ന് കഴിഞ്ഞാണ് ചേട്ടന് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ജസ്റ്റ് മിനിറ്റിനാണ് പുള്ളി രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പുള്ളി ഇവിടെ നിന്ന് മോനെ ഇടിച്ചിടിച്ച് യുവമാര് ഈ വീട്ടിന്റെ അവിടെ കൊണ്ടുപോയി. ഈ വീട്ടിന്റെ അവിടെ കൊണ്ടുപോയി മോനെ ഒരുപാട് ഉപദ്രവിച്ചു. മോനെ ഈ കുത്തിനെക്കാട്ടി ശരീരത്ത് അവന്മാർ ഒരുപാട് പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഒരു പ്രതികളെയും ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് നിയമ നടപടി കിട്ടണം. അതാണ്ട് ഇവിടെ കൊണ്ടുവന്നാണ് എന്റെ മോനെ വീണ്ടും അവിടെ നിന്ന് ഇടിക്കാൻ തുടങ്ങിയ ഇടി എന്റെ മോനെ അത്രയും ഉപദ്രവിച്ച് ഈ വഴിയെ ഇടിച്ചിടിച്ച് ഇവിടെ ഈ വീട്ടിന്റെ അവിടെ കൊണ്ടുവന്നു. അതാണ് മെയിൻ പ്രതികളെ വീട്. ഞാനിന്ന് രാവിലെ അവരുമായിട്ട് വന്ന് സംസാരിച്ചെങ്കിലും ഒരു മറുപടി എനിക്ക് ഇതുവരെയ്ക്കും അവർ തന്നിട്ടില്ല. പക്ഷെ എന്തിന് എന്റെ മോനെ ഇവര് ഈ വണ്ടി പിടിച്ചു കൊണ്ടുവന്ന് എന്തിനു ഉപദ്രവിച്ച്? ഏതായാലും ചിറയൻകീഴ് പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചേച്ചി സുധീഷിന്റെ അമ്മ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ പോയിരുന്നു. കേസെടുത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികളുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അവർ നാളെ മുഖ്യമന്ത്രിക്കും SP ക്കും ഒക്കെ പരാതി കൊടുക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എസ്മേസ് വേണ്ടി സീത് മാരാർ സൈനിങ് ഓഫ്.